ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ അതിലും വൈകിട്ട് എണീറ്റേ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ഓഫീസില്ലല്ലോ, പിന്നെ വൈകി എണീറ്റാൽ മതിയല്ലോ. പിന്നെ ഞായറാഴ്ച ദിവസം പിന്നെ ചെടികളൊക്കെ ഒന്ന് നോക്കാമെന്ന് വെച്ചാൽ നേരെ എണീറ്റ ഇവിടെ മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ ഞാൻ കാണുന്ന കോഴികളെ കേട്ടോ. അവർക്ക് പിന്നെ ഞായറാഴ്ച എന്നില്ല, ചൊവ്വാഴ്ച എന്നില്ല, ബുധനാഴ്ച എന്നില്ല, അവർക്കെല്ലാം ഒരുപോലത്തെ ദിവസമാണ്. അവർ രാവിലെ തന്നെ എണീറ്റ് അവരെ പരിപാടിയിലേക്ക് പോയി. പിന്നെ ഞാൻ ബബിൾസ് നാരങ്ങയൊക്കെ ഒന്ന് വലുതായി ഒന്ന് പോയി നോക്കിയത്. കഴിഞ്ഞ ആഴ്ചത്തേക്കും കുറച്ചുകൂടി വലുതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വലുതാവില്ലല്ലോ. പിന്നെ ഈ ചാമ്പയ്ക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട ഈ ആഴ്ച കൊഴിഞ്ഞു വേണ്ട, അതുപോലെ അങ്ങനെ പെട്ടെന്ന് വലുതാവില്ല, അതിന് സമയം എടുക്കുമല്ലോ. ഉള്ള ഒക്കെ കേടൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി, വലിയ കേടൊന്നുമില്ല കേട്ടോ. ഉണ്ടായി നിൽക്കുന്നതെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിൽക്കണം. പിന്നെ ചാമ്പയ്ക്ക മരത്തിലൊന്ന് പോയി നോക്കി, ചാമ്പയ്ക്കയിൽ ഒറ്റ ചാമ്പയ്ക്കയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞുല്ലോ. ഇപ്പം മഴയൊക്കെ പെയ്ത് ഇലകളിലൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽക്കാം. ഇനിയിപ്പോൾ അടുത്ത സീസണിലൊക്കെ ചാമ്പയ്ക്ക ഉണ്ടാവുള്ളൂ. പിന്നെ വീട്ടിലൊരു കാന്താരിമുളക് ചെടി ഉണ്ടായിരുന്നു, അതിൽ കാന്താരിമുളകൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ട് 2-3-4 ഉണ്ടായി, പൂവൊക്കെ ഇട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാന്താരിമുളകൊക്കെ കടയിൽ നിന്ന് മേടിക്കാൻ എന്നാ വിലയാണെന്നറിയോ. പിന്നെ ഞാൻ പൂവൊക്കെ ഉണ്ടായോന്ന് പോയി നോക്കി. പൂവ് മറ്റേ അന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച കണ്ട പോലെ തന്നെ ആ പൂ ഇപ്പോഴും വിരിഞ്ഞിപ്പുണ്ട് കേട്ടോ. അതങ്ങനെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകില്ല, വാടിയും പോകില്ല, അത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ബന്ദിയിൽ ഞാൻ വിചാരിച്ച് മുട്ടിട്ട് തുടങ്ങിയെന്നാണ് വിചാരിച്ചത്, പക്ഷേ മുട്ടല്ലായിരുന്നു കേട്ടോ. അത് പിന്നെ കിളിർത്ത് വരാനുള്ള കേട്ടോ. അങ്ങനെ വലിയ മുട്ടുകളൊന്നും വിരിഞ്ഞതായിട്ട് കാണില്ല കേട്ടോ. ബന്ദിയുടെ ഇടയിൽ ഈ മാങ്ങാനാറി എന്ന് പറഞ്ഞ ചെടിയില്ല, അതൊക്കെ ഈ ഓണത്തിന് ഇടുമ്പോൾ നല്ല ഭംഗി, ഓണത്തിന് പൂക്കളിടുന്ന സമയത്ത് ഇടാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതിൻ്റെ മഞ്ഞയുണ്ട്, അതിൻ്റെ ഓറഞ്ച് കളറൊക്കെ പലതും കിട്ടും. പിന്നെ ഞാൻ നോക്കി പോയപ്പോൾ ഒരു ബന്ദി ചെടിയിൽ ഒരു മുട്ട ഇങ്ങനെ വിരിഞ്ഞ് വന്നിട്ട്, അത് മഞ്ഞയാണോ ഓറഞ്ചാണോ എന്ന് അറിയാൻ പാടില്ല. വിരിയുമ്പോൾ എനിക്ക് തോന്നുന്നത് മഞ്ഞയെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്, വിരിയുമ്പോൾ അറിയാം. പിന്നെ റംബൂട്ടാൻ എന്നെ നോക്കണ്ടോണ്ട് ഈ കൊല്ലം ഞാൻ പൂക്കില്ല എന്ന രീതിയിൽ എന്നെ കൊഞ്ചിനെ കുത്തി കാണിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കൊല്ലം എന്തായാലും റംബൂട്ടാൻ പൂക്കില്ല. പിന്നെ ആ 4 മണിപ്പൂവില്ലേ, അത് അതിൽ മുട്ടുണ്ടോ എന്ന് നോക്കിയാൽ മുട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തേക്ക് വിരിയാൻ പാകത്തിന് അത് നിൽപ്പുണ്ട് കേട്ടോ ഒരു മുട്ട. പിന്നെ ഇത് അമ്മച്ചി നട്ട കപ്പ കേട്ടോ. ഈ കപ്പയുടെ ഇടയ്ക്കിടെ ഒരു കുഞ്ഞ് എലി ഓടിപ്പോണം, പക്ഷേ എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ എടുക്കാൻ ചെന്നപ്പോഴേക്കും അത് പറമ്പ് കടന്നുപോയി. പിന്നെ ഞാൻ ആന്തച്ചക്കയിലൊക്കെ പൂവുണ്ടായത് പിടിച്ചോന്ന് നോക്കാൻ പോയി, പക്ഷെ ഒന്നും പിടിച്ചിട്ടില്ല, എല്ലാം കൊഴിഞ്ഞു പോയിട്ടോ. പൂവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ എല്ലാം കൊഴിഞ്ഞ് കിടക്കാം. ചിലപ്പോൾ ഇതിൽ 1-2 ചിലപ്പോൾ പിടിക്കാറുണ്ട്, പക്ഷേ പൂവുണ്ടാകുന്നതനുസരിച്ചാണെങ്കിൽ നിറച്ചുണ്ടാവേണ്ടതാണ്, പക്ഷെ ഒന്നും അങ്ങോട്ട് പിടിക്കണില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു കറുത്ത അട്ടയില്ല. ഇത് മഴയായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിറച്ച് ഇതുപോലത്തെ അട്ടയാണ്. ഇച്ചിരി വണ്ണമുള്ള ഒരു കറുത്ത അട്ട പെരയ്ക്കകത്തക്കടേയും കയറി വരും. അതങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എന്തായാലും എലിയുടെ വീഡിയോ കിട്ടിയില്ല. എന്നാൽ പിന്നെ ചിത്രശലഭത്തിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വെച്ച് അതിൻ്റെ പുറകെ പോയി, പക്ഷേ അത് നിന്ന് വരുമോ വീഡിയോ എടുക്കാൻ വേണ്ടി. പിന്നെ അതിൻ്റെ പുറകെ ഞാൻ ഓടിയെടുത്ത വീഡിയോ കേട്ടോ ഇത്. പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ റംബൂട്ടാൻ പൂത്തോന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് നോക്കിയിട്ട് അവിടെ റംബൂട്ടാൻ പൂത്തനിട്ട് ഈ മരത്തിൻ്റെ അത്ര തന്നെ ഉള്ളൂ. അത് ഈ മരം ഉണ്ടാവുന്നതിന് ശേഷം, ഉള്ള മരം ഉണ്ടാവണമെങ്കിൽ ശേഷം ഉണ്ടായ റംബൂട്ടാൻ, പക്ഷേ അത് ബഡ് തൈയായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് പൂത്തൂല. അപ്പോൾ പൂത്തിട്ടുണ്ട്. വീട്ടിലെ ചെടികൾ പൂത്തില്ലെങ്കിലും ഇല്ലേ, പറമ്പിലൊക്കെ നിറച്ചും ചെടി പൂത്തുണ്ട് കേട്ടോ. ഇതിന് ഞങ്ങൾ 6 മാസ ചെടി, ഹനുമാൻ കിരീടം, കൃഷ്ണകിരീടം എന്നൊക്കെ പറയണത്. ഇത് ഓണത്തിന് ഇതിട്ടാൽ എന്ത് ഭംഗിയാണെന്നറിയോ.